ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുമ്പോൾ പ്രയാസമേറിയ പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് യോബ്. തൻ്റെ കഷ്ടതയുടെ നടുവിലും തൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവപ്രസാദം ലഭിക്കുവാൻ യോബിന് കഴിഞ്ഞു. പരീക്ഷണ കാലഘട്ടങ്ങളെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവത്തിൽ നിന്ന് ലഭിച്ച് നല്ല വാർദ്ധക്യത്തിൽ മരിക്കുവാനിടയായി. യോബിന്റെ സഹിഷ്ണുത പ്രശംസനീയമാണ്. യോബിന്റെ കഷ്ടതയിൽ യോബിനെ ആശ്വസിപ്പിക്കുവാൻ 3 സുഹൃത്തുക്കൾ എത്തി. അതിൽ എലീഫസ് പറയുവാൻ ആഗ്രഹിച്ചത് യോബ് ദുഷ്ടനായിരുന്നത് കൊണ്ടാണ് കഷ്ടത അനുഭവിക്കേണ്ടി വന്നതെന്നാണ്. മറ്റ് 2 സുഹൃത്തുക്കളും യഥാർത്ഥ സത്യം തിരിച്ചറിയാതെ യോബിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഉപദേശം പിന്തുണ നൽകുന്നതോ പ്രോത്സാഹജനമോ ആയിരുന്നില്ല, അത് അപലപിക്കുന്ന നിലവാരത്തിലുള്ളതായിരുന്നു. ഈ കാലഘട്ടത്തിലും യോബിന്റെ സുഹൃത്തുക്കളെ പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും അവരുടെ വാക്കുകളിൽ ദൈവസ്നേഹമോ കരുണയോ കൃപയോ ഇല്ല എന്നുള്ളതാണ് സത്യം. വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടാകാറുണ്ട്. അവരെ പിന്തുണയ്ക്കുവാനും ആശ്വസിപ്പിക്കുവാനും പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനും കഴിയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഒരുവന്റെ കഷ്ടതയുടെ നടുവിൽ നാം ആശ്വസിപ്പിക്കുന്നത് അനുകമ്പയും കരുണയും സ്നേഹവും കൃപയും പ്രകടിപ്പിക്കുന്ന വാക്കുകളോടെയായിരിക്കണം. വീഴ്ചയിൽ കുറ്റപ്പെടുത്തി ഒരുവനെ തകർത്തു കളയുന്നത് ദൈവിക സ്വഭാവമല്ല. യേശുവിനെ നോക്കുക, അവൻ കുറ്റം വിധിക്കുവാനല്ല വന്നത്, സൗഖ്യമാക്കുവാനും ആശ്വസിപ്പിക്കുവാനും രക്ഷിക്കുവാനുമാണ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം എങ്ങനെയുള്ളവരാണ്? സത്യവചനം സംസാരിച്ചുകൊണ്ട് കഷ്ടതയിലുള്ളവരെ യഥാർത്ഥമായി ആശ്വസിപ്പിക്കുന്നവരോ അതോ അവരെ അപലപിക്കുന്നവരോ? തീരുമാനമെടുക്കാൻ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഏവരും ദൈവസ്നേഹം അറിയട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. God bless us all.